അങ്ങനെ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ തോറ്റിരിക്കുകയാണ്. 175 റൺസിനാണ് ഇന്ത്യ ഓൾ ഔട്ട് ആയത്. സെക്കൻഡ് ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇന്ത്യക്ക് ഇത് നാണക്കേട് തന്നെയാണ്. പേര് കേട്ട ഒരുപാട് താരങ്ങൾ ടീമിലുണ്ട്, എന്നിട്ടും ഇന്ത്യ കളി തോൽക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് രണ്ടാം ടെസ്റ്റ് തോറ്റതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ അടിച്ചു തകർത്തു. ട്രേവിസ് ഹെഡാണ് 140 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യ തോറ്റ ശേഷം ഇന്ത്യൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു ടെസ്റ്റ് ടീമിനെ വെച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ടെസ്റ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. സീനിയർ താരങ്ങളെ മാറ്റി യുവതാരങ്ങളെ കളിപ്പിക്കൂ. ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കാണുക പോലും ചെയ്യില്ല. ശ്രേയസ്, സഞ്ജു, രഹാനെ, പൂജാരെ ഇവരെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കോഹ്ലിക്ക് റെസ്റ്റ് കൊടുക്കണം. സീനിയർ താരങ്ങൾ ഫോം ഔട്ട് ആകുമ്പോൾ BCCI കണ്ണടക്കുകയാണ്. അവരെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനി ടെസ്റ്റ് ടീമിന് വിജയമുള്ളൂ. സഞ്ജുവിനെ പോലെ ഒരു മികച്ച പ്ലെയറെ എന്തുകൊണ്ട് BCCI ടെസ്റ്റിൽ പരീക്ഷിക്കുന്നില്ല? ഇത് സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. സഞ്ജു ടെസ്റ്റിൽ ഉറപ്പായിട്ടും കളിക്കും. അതുപോലെ ശ്രേയസ് ടെസ്റ്റിൽ മികച്ച കളി കാഴ്ചവെച്ച താരമാണ്. അദ്ദേഹത്തെയും ഇന്ത്യ പുറത്താക്കി. ഇങ്ങനെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോയാൽ ഇനിയുള്ള മാച്ചിലും ഇന്ത്യ തോൽക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് BCCI ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ വിഷമത്തിലാണ്. രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. സീനിയർ താരങ്ങൾ ഫോം ഔട്ട് ആകുമ്പോൾ ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് അവസരങ്ങൾ തെളിയുകയാണ്. കോച്ച് ഗംഭീറും ഇതാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സഞ്ജുവിനെ പോലെയുള്ള യുവതാരങ്ങൾക്ക് ടെസ്റ്റിൽ ഇനി അവസരങ്ങൾ കിട്ടും. ഓസ്ട്രേലിയയുമായിട്ടുള്ള ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ ടെസ്റ്റ് ടീമിൽ അടിമുടി മാറ്റങ്ങൾ വരുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഒരുപാട് യുവതാരങ്ങൾ വന്നാൽ ടെസ്റ്റ് ടീം തന്നെ മാറിയിരിക്കും. എന്തായാലും ഇന്നത്തെ ടെസ്റ്റ് ഇന്ത്യക്ക് നാണക്കേട് തന്നെയാണ്. ആരും തന്നെ കളിച്ചില്ല. സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.